ഹലോ! അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച അവധിയായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നല്ലോ. അപ്പം ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം കുക്കർ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിള്ളേർ പറഞ്ഞു വേണ്ട സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ദേ ആദ്യം തന്നെ റൈസ് വേവിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതേ പാൻ ചൂടായി കഴിഞ്ഞപ്പം എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ. സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് വഴണ്ട് മൂത്ത് കഴിഞ്ഞപ്പം അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 4 ഗ്ലാസ് അരി എടുത്തത്. അപ്പോൾ 1 1/2 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. റൈസിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ആ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും റൈസ് ഇട്ട് ഞാനത് അടച്ച് വെച്ചു കേട്ടോ. അത് ചെറിയ തീയിൽ അവിടെ അടച്ച് വെച്ചു. അതിനുശേഷം ഞാൻ ഇപ്പുറത്ത് ദേ ചിക്കൻ കറി വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കഴുകി റെഡിയാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊടികളെല്ലാം ചേർത്തിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയെല്ലാം ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ പാൻ ചൂടായി കഴിഞ്ഞപ്പം എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, വേപ്പില എല്ലാം ഇട്ടു. പിന്നെ സവാള ഇട്ട് സവാള വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. സവാള വഴറ്റി വരുമ്പോഴത്തേക്കും ഇപ്പുറത്ത് ദേ റൈസ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൈസ് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാനത് മാറ്റി വെച്ചു. അതിന് ശേഷം പിന്നെ ചിക്കൻ കറി റെഡിയാക്കി എടുക്കുകയാണ്. സവാള വഴറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തേക്ക് പിന്നെ തക്കാളി ഇട്ടു. പിന്നെ പൊടികളെല്ലാം ഇട്ടു കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും ഗരം മസാലയും ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും എല്ലാം ഇട്ട് വഴറ്റിയതിന് ശേഷം ചിക്കൻ ഇട്ട് അതവിടെ മൂടി വെച്ച് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ ഇപ്പുറത്ത് റൈസിനുള്ളത് സവാള വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. സവാള ഫ്രൈ ആക്കി എടുക്കുകയാണ്. പിന്നെ കശുവണ്ടിയും കിസ്മിസും എല്ലാം ഫ്രൈ ചെയ്തിട്ട് ഈ റൈസിലേക്ക് ഇട്ട് മൂടി വയ്ക്കാനാണ് കേട്ടോ. കുറച്ച് പുതിനയിലയും മല്ലിയിലയൊക്കെ ഇട്ടിട്ട് റൈസ് അവിടെ മൂടി വയ്ക്കുകയാണ്. റൈസ് നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് കാര്യം കഴിയും. ഇത് കൈമ റൈസാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. എല്ലാ റൈസും പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ ചിക്കൻ വേവിച്ചെടുക്കാനാണ് ടൈം എടുക്കണത്. എനിക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം എടുക്കും കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ ടൈം ചിക്കൻ വേവിക്കാനായിട്ട് ഞാൻ വെക്കും. എനിക്കങ്ങനെ പെട്ടെന്ന് എല്ലാവരും പറയും പെട്ടെന്ന് റെഡിയാവും പെട്ടെന്ന്. പക്ഷേ എനിക്ക് കുറച്ച് ടൈം വേണം കേട്ടോ. എന്നാലാണ് എനിക്കതിന് മനസ്സിനൊരു തൃപ്തി വരുള്ളൂ കേട്ടോ. ചിക്കൻ വെന്തു എന്നുള്ള ഒരു തൃപ്തി വരുള്ളൂ. എല്ലാവരും കൂടി ഉള്ള ദിവസമാകുമ്പോഴാണല്ലോ നമുക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ തലേദിവസമാണ് ഈ മോൻ്റെ ബർത്ത്ഡേയും കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയും കൂടി ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ബിരിയാണി ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ബിരിയാണി എല്ലാം റെഡി ആയിട്ടുണ്ട്. കറിയും കിച്ചമ്പറും ഉണ്ടാക്കി. പിന്നെ പപ്പടവും വറുത്തു. നാരങ്ങാച്ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി ഞങ്ങളൊരു പിടി പിടിച്ചു. അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ ശേഷം പിന്നെ ഒന്ന് പുറത്തേക്ക് പോയിട്ടോ. കുറച്ച് ചെടികൾ മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ ചട്ടിയൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ആയിട്ട് പുറത്തേക്ക് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ.